Losartan എന്ന് പറയുന്ന മരുന്ന് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് അധികം ആൾക്കാർക്ക് അറിയാം. കുറേ പേര് വർഷങ്ങളായിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചോ എങ്ങനെയാണ് ഈ മരുന്ന് കൃത്യമായി കഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയലുണ്ടാവില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ Losartan എന്ന് പറയുന്ന പ്രഷർ കുറയ്ക്കുന്ന മരുന്നിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി Losartanനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. Losartan എന്ന് പറയുന്നത് ഒരു ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കറാണ്. ആൻജിയോടെൻസിൻ ആവട്ടെ നമ്മളുടെ കിഡ്നിയിലുള്ള ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻജിയോടെൻസിൻ തന്നെ 2 ടൈപ്പിലുണ്ട്, 1ഉം 2ഉം ഒക്കെ ഉണ്ട്. Losartan എന്ന് പറയുന്ന മരുന്ന് ചെയ്യുന്നത് ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്ന ഹോർമോൺ ഏത് സ്ഥലത്താണോ ബൈൻഡ് ചെയ്തിട്ട് ആക്ഷൻ ഉണ്ടാക്കേണ്ടത് അതിനെ റിസപ്റ്റർ എന്നാണ് പറയുക. അവിടെ പോയി Losartan ബൈൻഡ് ചെയ്യും. ഈ പറയുന്ന റിസപ്റ്ററിൽ Losartan പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൻജിയോടെൻസിൻ 2ന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, റിസപ്റ്റർ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് Losartan പ്രവർത്തിക്കുന്നത്. Losartan ഇവിടെ വന്നിങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്താണ് ആൻജിയോടെൻസിൻ 2ന് കൃത്യമായി വർക്ക് ചെയ്യാൻ സാധിക്കാത്തത്. ആൻജിയോടെൻസിൻ കൃത്യമായി വർക്ക് ചെയ്താൽ മാത്രമേ കിഡ്നിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന മറ്റു ഹോർമോൺസ് ഉണ്ട്, വാസോപ്രസിൻ, അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും വരുന്ന കാറ്റക്കോളമിൻസ്, ഇതിനൊക്കെ കൃത്യമായി വർക്ക് ചെയ്ത് നമ്മളുടെ ബ്ലഡ് പ്രഷറും ഫ്ലൂയിഡ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻജിയോടെൻസിൻ 2ൻ്റെ മറ്റൊരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ വാസോ കൺസ്ട്രിക്ഷൻ ആണ്. അതായത് രക്തക്കുഴലിനെ ഒന്ന് കൺസ്ട്രിക്ട് ചെയ്യുക, ചുരുക്കുക. അപ്പോൾ അതും Losartan വന്ന് മുടക്കും. അതായത് വാസോ ഡയലറ്റേഷൻ ഉണ്ടാവും, ബ്ലഡ് പ്രഷർ. അങ്ങനെയാണ് Losartan കുറയ്ക്കുന്നത്. ഇത് മാത്രമല്ല, Losartan കഴിച്ചു കഴിഞ്ഞാൽ യൂറിൻ ഫ്ലോ കൂടും. സോഡിയം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം ഇത്തരത്തിലുള്ള അയോൺസ് ഒക്കെ കൂടുതലായി യൂറിനിൽ നഷ്ടപ്പെടും. അപ്രകാരവും Losartan ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നുണ്ട്. ഇനി Losartan ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസിൽ Losartan ഉപയോഗിക്കാൻ FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ അധികം ആൾക്കാരും Losartanനെ കുറിച്ച് അറിയുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്നായിട്ടാണ്. സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷനിൽ ഫസ്റ്റ് ലൈൻ മെഡിസിൻ ആയിട്ടാണ് Losartan ഉപയോഗിക്കാറ്. ചിലപ്പോൾ ഒറ്റയ്ക്ക്, അല്ലാന്നുണ്ടെങ്കിൽ തയസൈഡ് ഡയോറിറ്റിക്സ് അല്ലെങ്കിൽ വാട്ടർ പിൽസിൻ്റെ കൂടെ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് അതായത് ആംലോഡിപ്പിൻ പോലത്തെ മരുന്നിൻ്റെ കൂടെ, അല്ലെങ്കിൽ എനലാപ്രിൽ പോലത്തെ ACE ഇൻഹിബിറ്റേഴ്സ് മരുന്നിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് 10% കൂടുതലാണെന്നുണ്ടെങ്കിൽ Losartan ഒറ്റക്കായിരിക്കില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നിൻ്റെ കൂടെ കോമ്പിനേഷൻ രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തരുന്നത്. രണ്ടാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പേഷ്യൻസിന് സിറം ക്രിയാറ്റിനിൻ കുറയ്ക്കാനും പ്രോട്ടീനൂറിയ അതായത് യൂറിനിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടി Losartan ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതിൻ്റെ കൂടെ പ്രമേഹം കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ, കിഡ്നീൻ്റെ ഹെൽത്ത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി Losartan നല്ലൊരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ അതിൻ്റെ കട്ടി കൂടും. ഇതിനെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരനും ആൻജിയോടെൻസിൻ 2 ആണ്. അപ്പോൾ ആൻജിയോടെൻസിൻ 2 കാരണം നമ്മളുടെ ഹാർട്ടിൻ്റെ ഷേപ്പ് മാറുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും Losartanന് സാധിക്കും. ഇങ്ങനെയുള്ള പേഷ്യൻസിന് സ്ട്രോക്ക് വരാതിരിക്കാനും Losartan നല്ലൊരു ഓപ്ഷനാണെന്നാണ് സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. മാർഫൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിലും ഇത് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാമെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. മറ്റൊരു ഇൻഡിക്കേഷനാണ് ഹാർട്ട് ഫെയിലിയർ. കാപ്റ്റോപ്രിൽ എന്ന് പറയുന്ന ACE ഇൻഹിബിറ്ററിനേക്കാളും മോർട്ടാലിറ്റി അതായത് മരണനിരക്കൊക്കെ കുറച്ച് നിർത്താൻ Losartan ഇത്തരത്തിലുള്ള പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ചും പ്രായം കൂടുതലുള്ള ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസിന്. അടുത്തതായി Losartan എങ്ങനെയാണ് കൃത്യമായിട്ടും കഴിക്കേണ്ടതെന്ന് പറയാം. ഇത് അധിക പേഷ്യൻസും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ കഴിക്കുന്ന Losartan എന്ന് പറയുന്ന മരുന്നാണെങ്കിൽ പോലും അവരുടെ പ്രഷർ ചിലപ്പം ഇത് കൃത്യമായിട്ട് പാലിക്കാത്തതുകൊണ്ട് പ്രഷർ കുറയാതെ നിൽക്കാം. Losartan നിങ്ങൾ ഏത് സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഭക്ഷണത്തിന് ശേഷമാണ് Losartan കഴിക്കുന്നതെങ്കിൽ Losartanൻ്റെ അബ്സോർപ്ഷൻ ചെറുതാക്കിയിട്ട് ഒന്ന് കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ചതിന് ശേഷം Losartan കഴിച്ചുകൊണ്ട് അതിൻ്റെ അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്നൊന്നുമില്ല. അധിക പേഷ്യൻസും Losartan എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കുന്നത് രാവിലെ ആയിരിക്കും. രാത്രി സമയത്തേക്ക് മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ മാറ്റുന്നത് നിങ്ങൾ ഇന്ന് രാവിലെ കഴിച്ചിട്ട് നാളെ മുതൽ രാത്രി കഴിക്കാമെന്നല്ല. സാധാരണ നിങ്ങൾ രാവിലെ 10 മണിക്കാണ് ടാബ്ലറ്റ് കഴിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം 11 മണിക്ക് കഴിക്കുക, അതിൻ്റെ അടുത്ത ദിവസം 12 മണിക്ക്, അങ്ങനെ ഓരോരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് രാത്രി 8 മണി 9 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് Losartan ഒറ്റ കാണുന്നുണ്ടെങ്കിലാണ്. Losartanൻ്റെ കൂടെ മറ്റു തരത്തിലുള്ള മരുന്നുണ്ടെങ്കിൽ, അതായത് Losartan H, Losar H, ഈ H എന്നൊക്കെ പറയുന്നത് ഹൈഡ്രോക്ലോറോ തയസൈഡ് ആണ്. ഒരു തരത്തിലുള്ള ഡയോറിറ്റിക് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിനെ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഡയോറിറ്റിക്സ് എന്ന് പറഞ്ഞ മരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നിൻ്റെ കൂടെയാണ് നിങ്ങൾ Losartan കഴിക്കുന്നതെങ്കിൽ അത് രാത്രി കഴിക്കുന്നതിനേക്കാളും നല്ലത് പകൽ സമയത്തോ അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്നതായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള മരുന്ന്, കോമ്പിനേഷൻ രൂപത്തിലുള്ള മരുന്ന്, ഡയോറിറ്റിക്സിൻ്റെ കൂടെയാണ് Losartan വരുന്നതെങ്കിൽ അത് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ
ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യം ലൊസാർട്ടാന് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. സൈഡ് എഫക്ട്സ് ഡോക്യുമെൻറ്റഡ് ആണ്. മെയിനായിട്ടും 3 സൈഡ് എഫക്ട്സ് ആണുള്ളത്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന സൈഡ് എഫക്ട്സ് ലൊസാർട്ടാൻ കഴിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം മെയിനായിട്ടുള്ള 3 സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് ഹൈപ്പർ കലീമിയാണ്, അതായത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് രക്തത്തിൽ കൂടിപ്പോവാം. രണ്ടാമത്തത് റീനൽ ഇൻസഫിഷ്യൻസിയാണ്, അതായത് ഓൾറെഡി നിങ്ങൾക്ക് സിറം ക്രിയാറ്റിനിൻ ലെവലൊക്കെ കൂടുതലാണെങ്കിൽ, നിങ്ങൾക്ക് കിഡ്നി ഡാമേജ് വന്നിട്ടുണ്ട്, ക്രോണിക് കിഡ്നി ഡിസീസസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ലൊസാർട്ടാനേക്കാളും നല്ലത് മറ്റു തരത്തിലുള്ള മരുന്നുകളായിരിക്കും. മൂന്നാമത്തത് ആൻജിയോഡീമ എന്ന് പറയും. ആൻജിയോഡീമ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ളൊരു നീർക്കെട്ടാണ്. അലർജിക് റിയാക്ഷൻസിൻ്റെ ഭാഗമാക്കിയായിട്ട് ആൻജിയോഡീമ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ നീർക്കെട്ട് ലങ്സിലോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള രക്തക്കുഴലിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുക. ഇനി മറ്റ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് ലൊസാർട്ടാൻ കഴിക്കുന്നതിൻ്റെ കൂടെ ചുമയുണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന ചുമ എന്ന് പറയുന്നത് അവർ കഴിക്കുന്ന ലൊസാർട്ടാൻ്റെ കൂടെ ACE ഇൻഹിബിറ്റേഴ്സും കൂടി കഴിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത്. ACE ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് എനലാപ്രിൽ അല്ലെങ്കിൽ എൻവാസ്, റാമിപ്രിൽ. പേരിൻ്റെ അവസാനം PRIL എന്ന് പറയുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള മരുന്നിൻ്റെ കൂടെ ലൊസാർട്ടാനും കൂടി കഴിക്കുന്നവർക്കാണ് ചുമ ഉണ്ടായി കണ്ടിട്ടുള്ളത്. മറ്റ് ചില സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഫെറ്റീഗാണ്, തളർച്ച ഉണ്ടാവാം. ഹൈപ്പോഗ്ലൈസീമിയ, അതായത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോവാം. അനീമിയ ഉണ്ടാവാം, വിളർച്ച, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാം, മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ചെസ്റ്റ് പെയിൻ, മറ്റു ചില ആൾക്കാർക്ക് ഡയറി ഉണ്ടാവാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ സൈഡ് എഫക്ട്സ് ഒക്കെ 10% ആൾക്കാർക്ക് ഉണ്ടാവാം. അതായത് 100 ലൊസാർട്ടാൻ കഴിക്കുന്ന പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ അതിൽ 10 പേർക്കെങ്കിലും ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് 10%-ലും താഴെ മാത്രം ആൾക്കാർക്ക് കണ്ടുവരുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ്. അതിലൊന്നാണ് ഹൈപ്പോ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കഴിക്കുന്നതെന്ന് അറിയാം. ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ നിർത്തുന്നതിന് പകരം നോർമലിൽ നിന്ന് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ പ്രഷർ കുറഞ്ഞു പോവാം. ഇതിന് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. അതുണ്ടാവാം. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അതായത് ചുമ, കഫക്കെട്ട്, ജലദോഷം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. തലചുറ്റലുണ്ടാവാം, സെല്ലുലൈറ്റിസ് ഉണ്ടാവാം, അതായത് സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും കയ്യിലും കാലിലൊക്കെയാണ് ഉണ്ടാവാറ്. മറ്റു ചില ആൾക്കാർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം, നോസിയ ഉണ്ടാവാം, ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവാം. ഇനി ലൊസാർട്ടാൻ എന്ന് പറയുന്ന മരുന്ന് ആരൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് പറയാം. അതിൽ ആദ്യം പറയാനുള്ളത്, പ്രമേഹ രോഗത്തിന് കഴിക്കുന്ന ഒരു മരുന്നാണ് എലിസ്കൈറിൻ. എലിസ്കൈറിൻ എന്ന് പറയുന്ന മരുന്നിൻ്റെ കൂടെ ലൊസാർട്ടാൻ കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പണ്ട് എപ്പോഴെങ്കിലും ലൊസാർട്ടാൻ കഴിച്ചിട്ട് അലർജിക് റിയാക്ഷൻ പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ലൊസാർട്ടാൻ എന്ന് പറയുന്ന മരുന്ന് പ്രഷർ കുറയ്ക്കാനോ മറ്റു കണ്ടീഷൻസിനോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ടുള്ള കോൺട്രാഇൻഡിക്കേഷനാണ് പ്രഗ്നൻസി. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ലൊസാർട്ടാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിർത്തണം. കാരണം ലൊസാർട്ടാൻ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞു പോവാം. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും വരാം. അതേപോലെ തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനും ലൊസാർട്ടാൻ റെക്കമെൻഡഡ് അല്ല. കാരണം ബ്രസ്റ്റ് മിൽക്കിലൂടെ ലൊസാർട്ടാൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിൽ ലൊസാർട്ടാൻ കഴിക്കാത്തതാണ് നല്ലത്. ഇനി ലൊസാർട്ടാൻ സ്ഥിരമായി കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടിപ്പോവാം. പ്രത്യേകിച്ചും നിങ്ങൾ ബ്ലഡ് പ്രഷറൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ പൊട്ടാഷ്യം കഴിക്കണമെന്നൊക്കെ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പൊട്ടാഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സും തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള തരത്തിലുള്ള ഉപ്പ് നിങ്ങളുടെ അടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ദുപ്പ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അങ്ങനെ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ നിങ്ങൾ ഓൾറെഡി കൂട്ടി നിർത്താൻ വേണ്ടി സപ്ലിമെൻറ്റ്സോ അത്തരത്തിലുള്ള ഉപ്പൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലൊസാർട്ടാനും കൂടി ആയിക്കഴിഞ്ഞാൽ ലൊസാർട്ടാൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് രക്തത്തിലുള്ള പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ചിലപ്പം പൊട്ടാഷ്യം സ്പാരിങ് ഡയൂററ്റിക്സ് ഉണ്ട്, അതായത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂട്ടി നിർത്തുന്ന രീതിയിലുള്ള ഡയൂററ്റിക് പിൽസ് ഉണ്ട്. ഇതിൻ്റെയും കൂടെ ലൊസാർട്ടാൻ പോലത്തെ മരുന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് നോർമലിനേക്കാളും കൂടി വരാം. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾ ലൊസാർട്ടാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പ്ലസ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പൊട്ടാഷ്യം കൂട്ടുന്ന തരത്തിലുള്ള മറ്റു മരുന്നുകളോ സോൾട്ടോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ നോക്കിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ കുറവാണ്, അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലാണ്, ബ്ലഡിലുള്ള നൈട്രജൻ്റെ അളവ് കൂടുതലാണ്, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ലൊസാർട്ടാന് ചിലപ്പോൾ റീനൽ ഫംഗ്ഷൻ കുറയ്ക്കാം. അതുകൊണ്ട് നിങ്ങളുടെ നെഫ്രോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം ലൊസാർട്ടാൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യം തീരുമാനിച്ചാൽ മതി. കിഡ്നിയിലേക്ക് പോകുന്ന 2 മെയിനായിട്ടുള്ള ആർട്ടറീസാണ് റീനൽ ആർട്ടറീസ് എന്ന് പറയുന്നത്. ഈ റീനൽ ആർട്ടറീസിൽ സ്റ്റീനോസിസ് അല്ലെങ്കിൽ അത് ചുരുങ്ങി പോകുന്ന കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസിലും ലൊസാർട്ടാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊസാർട്ടാൻ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ലൊസാർട്ടാൻ 50 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ്സ് ആയിട്ടും 25 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് ലൊസാർട്ടാൻ്റെ ടാബ്ലറ്റാണ് കഴിക്കുന്നത്? ഇനി നിങ്ങൾ കഴിക്കുന്ന മരുന്നിൽ ലൊസാർട്ടാൻ മാത്രമാണോ അതോ ലൊസാർട്ടാൻ്റെ കൂടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ
നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ പുറകുവശം ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഈച്ച് ടാബ്ലറ്റ് കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ കഴിക്കുന്ന മരുന്നിൽ ലൊസാർട്ടാൻ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ളത്. അധിക പേഷ്യൻസും കഴിക്കുന്നത് ലൊസാർട്ടാൻ്റെ കൂടെ ഹൈഡ്രോക്ലോറോതയാസൈഡ് ഉണ്ടാവും. ലൊസാർ എച്ച് എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള മെഡിസിൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ലൊസാർട്ടാൻ എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കറാണ്. ഇതേ കാറ്റഗറിയിലുള്ള മറ്റു മരുന്നുകളാണ് ടെൽമിസാർട്ടാൻ, ഒൽമിസാർട്ടാൻ. പേരിൻ്റെ അവസാനം SARTAN സാർട്ടൻ ഉണ്ടാവും. അത്തരത്തിലുള്ള മരുന്നിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. സമയം കിട്ടുമ്പോൾ ആ വീഡിയോസൊക്കെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.